ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കാനഡയിൽ ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ നോക്കുന്ന വണ്ടി പ്രാന്തന്മാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വണ്ടി വരുന്നത് 8th ജനറേഷൻ സിവിക്കാണ് വരുന്നത്. 2007 4 ഡോർ സിവിക്കാണ് വരുന്നത്. അപ്പോൾ കാനഡയിൽ പുതുതായിട്ട് വന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം വണ്ടി പ്രാന്തന്മാർക്ക് വണ്ടി എടുക്കണം, മോഡിഫൈ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8th ജൻ സിവിക്കാണ്. ഈ വണ്ടി നമുക്ക് അറൗണ്ട് ഒരു $5,000 താഴെ ബഡ്ജറ്റ് വരുന്നൊരു വണ്ടിയാണ്. ആ വണ്ടി നമുക്ക് ഒരു നല്ല ഡീൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3,500 to 4,000 ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ തെറ്റില്ലാത്ത രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിലോട്ട് വണ്ടി ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എഞ്ചിൻ വരുന്നത് 1.8 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെയിലി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാറാണ്. റിലയബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്യൂൽ എക്കോണമി ഉണ്ട്. വണ്ടി കാണാൻ തന്നെ വണ്ടിക്ക് നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇത് അവൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കാറാണ്. ബീറ്റർ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കാറാണ്. അവന് വേറൊരു പ്രൊജക്റ്റ് കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഭാവിയിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഒരു നീറ്റ് ബിൽഡ് ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് കാണിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു. വണ്ടിയുടെ അവൻ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അതിൻ്റെ ഒരു പ്രൈസ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ അവൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അഖിലിൻ്റെ വണ്ടിയാണിത്. നിങ്ങളിപ്പോൾ പ്ലേറ്റ് കണ്ടു കാണും. നമ്മൾ കസ്റ്റം പ്ലേറ്റ് അവൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും വണ്ടിയിൽ എന്തൊക്കെ അവൻ ചെയ്തേക്കുന്ന പ്രൈസ് ബ്രേക്ക് ഡൗൺ അല്ല അവനോട് ചോദിക്കാം. അഖിൽ കമാൻ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് അഖിലിന് വേറെ പ്രൊജക്റ്റ് കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഇത് പുള്ളി ഡെയിലിയാണ്. ഇനിയിപ്പോൾ ഇത് ഡെയിലി ഫോർ എ ഡെയിലി ആക്കേണ്ടി വരും. അതായത് കോയിൽ ഓവർ കുറച്ച് പരിപാടികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് വണ്ടിയുടെ ചെയ്തേക്കുന്നത്, പിന്നെ പുള്ളിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ അഖിൽ പറയൂ, എന്താണ് വണ്ടി, എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ? അപ്പോൾ ഇതിപ്പം 2007 മോഡൽ സിവിക് സെഡാനാണ്, 4 ഡോർ. ഇതിൽ വരുന്നത് 1.8 സിംഗിൾ ഓവർ ഹെഡ് ക്യാമ്പ് 4 സിലിണ്ടറാണ്. ഒരു 140 ഹോഴ്സ് പവറും 128 പൗണ്ട്-ഫീറ്റ് ടോർക്കുമാണ് വരുന്നത്. അപ്പം ഒരു ഡെയിലി ഡ്രൈവിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. പിന്നെ മോഡിഫിക്കേഷൻ വൈസ് മെയിനായിട്ട് നമ്മൾ മ്യൂഗൻ്റെ ബോഡി കിറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. സ്പെക് ഡി ട്യൂണിങ്ങിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഫ്രണ്ട് ഹുഡ് റാപ്പ് ചെയ്തിട്ടുണ്ട് ഗ്ലോസ് ബ്ലാക്കിൽ. പിന്നെ മ്യൂഗൻ്റെ തന്നെയാണ് ഗ്രില്ല് വരുന്നത്. മ്യൂഗൻ ബോഡി കിറ്റിൻ്റെ കൂടെ വരുന്ന മ്യൂഗൻ സ്റ്റൈൽ ലിപ്പാണ് താഴെയുള്ളത്. പിന്നെ ഫോഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ താഴെ ഒരു DRL ബെസലുണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വരികയാണെങ്കിൽ T37 റെപ്ലിക്ക മോഡൽ വീൽസാണുള്ളത്. ടീൻ്റെ കോയിൽ ഓവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ താഴെ കാണുന്നത് മ്യൂഗൻ ബോഡി കിറ്റിൽ വരുന്ന സൈഡ് സ്കേർട്സ് ആണ്. പിന്നെ മ്യൂഗൻ സ്റ്റൈൽ വിൻഡോ വൈസേഴ്സും ചെയ്തിട്ടുണ്ട് നമ്മൾ. പുറകോട്ട് വരുമ്പോൾ കാണാനുള്ളത് മ്യൂഗൻ ടൈപ്പ് ബാക്ക് സ്പോയിലറാണ്. അതിൽ ഈ പീസ് കാർബൺ ഫൈബറാണ്. അപ്പം വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും. നമ്മൾ വണ്ടിയിൽ ബോഡി വെയിറ്റ് കൂടാതിരിക്കാൻ അത് സഹായിക്കും. സ്പെക് ഡി ട്യൂണിങ്ങിന് തന്നെ ടെയിൽ ലൈറ്റ്സ് ആണത്. പിന്നെ നമ്മൾ ഇതിന് അഡീഷണലായിട്ട് റിവേഴ്സ് ക്യാമറയും റെക്കോർഡിംഗ് ക്യാമറയും ചെയ്തിട്ടുണ്ട്. ഈ അടിയിൽ കാണുന്നത് മ്യൂഗൻ്റെ ലിപ്പ് എക്സ്റ്റൻഷൻ വിത്ത് ബ്രേക്ക് ലൈറ്റ്, 3rd ബ്രേക്ക് ലൈറ്റ് ആണ്. കസ്റ്റം ക്യാറ്റ് ബാഗ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡെയിലി ഡ്രൈവർ ആയതുകൊണ്ടും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടും മ്യൂസിക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൽപൈൻ്റെ സബ്വൂഫറും കപ്പാസിറ്ററും ആംപ്ലിഫയറും വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് അത്യാവശ്യം ബാസിലൊക്കെ പാട്ടൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ
എൻജിൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കോൾഡ് എയർ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡെയിലി ഡ്രൈവിന് 140 ഹോഴ്സ് പവർ തന്നെ നമുക്ക് ധാരാളമാണ്. പിന്നെ നമ്മൾ ഡെയിലി ആകുമ്പം മൈലേജ് ആണല്ലോ, അപ്പം നമ്മൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ബേസിക്കലി ദിസ് ഈസ് ഫോർ എ ഡെയിലി റൈറ്റ്. ഇപ്പോൾ കാനഡ ഫസ്റ്റ് ടൈം കാർ ബൈ ചെയ്യണവർക്ക് ഇതൊരു ബെസ്റ്റർ ഓപ്ഷനാണ്. എന്താണ് നിൻ്റെ ഒരു ഇതിൽ? നമുക്ക് മോഡിഫിക്കേഷൻ ഒന്നും അല്ല താല്പര്യം. നമുക്ക് ഡെയിലി യൂസിനാണെങ്കിൽ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പം ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് അധികം മെയിൻ്റനൻസും കുറവായിരിക്കും, മൈലേജും കിട്ടും. അപ്പം നമുക്കധികം അതായത് നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ പോകത്തില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇവൻ ഇപ്പോൾ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ പാർട്ട്? അതെ, മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇത് ഹോണ്ടയുടെ വണ്ടിയാണ്, JDM ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ നമുക്ക് പാർട്സ് ഒക്കെ വളരെ കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ കിട്ടും. അതെ, ഇപ്പം നോക്കിയാൽ പോലും ടെയിലാമ്പ്, സ്പോയിലർ, ഇപ്പോൾ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ നമുക്കൊരു $1,500 നമുക്ക് ആ റേഞ്ചിൽ കിട്ടും. കാരണം വണ്ടി ഇപ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള പോലെ ക്ലിയർ കോട്ട് റെസ്റ്റുമാണ് മെയിൻ ഇഷ്യൂ ഈ വണ്ടിക്ക്. ക്ലിയർ കോട്ട് പീലും റസ്റ്റ് ഇഷ്യൂവും. അപ്പം അതില്ലാത്തൊരു വണ്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ മാനുവലായിരിക്കും കൂടുതൽ ചീപ്പ്. അപ്പം മാനുവൽ വണ്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു $1,000 ഒക്കെ ഉണ്ട്. നോർമലി അത്യാവശ്യം പരിപാടികളൊക്കെ നടത്തി കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് സെറ്റപ്പ് ആക്കി നടക്കാം. ഇതുപോലെ കുറച്ച് നീറ്റായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. അതെ, ഇതിപ്പോൾ ആരാണല്ലോ നോക്കും വഴികൾ പോയാൽ. അതാണ് നമുക്ക് വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇത് ടൈപ്പ് ആർ ആണെന്ന്. അപ്പം എനിക്ക് തന്നെ ഇതുപോലെ ടൈപ്പ് ആർ ആവുന്ന രീതിയിൽ ഈവൻ ഹയർ ഹോഴ്സ് പവറുള്ള വണ്ടിയുള്ള ആൾക്കാർ റേസിന് വരും. അപ്പം നമ്മുടെ വണ്ടി എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. അപ്പം ഞാൻ പുള്ളിനോട് പറയും ഇത് ടൈപ്പ് ആർ അല്ല, ജസ്റ്റ് കാണാനുള്ള മോഡിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ എന്ന്. നമുക്ക് വണ്ടി നമ്മുടെ കയ്യിലുള്ള വണ്ടി കാണുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അതെ, ഇവൻ കോയിലോവർ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി eBay കോയിലോവേഴ്സ് കുറേ കോയിലോവേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പം ടീൻ അങ്ങനെയൊക്കെ ആകുമ്പം എക്സ്പെൻസീവ് അല്ല. ടീനൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് കൈൻഡ് ഓഫ് കോയിലോവേഴ്സ് ആണ്. കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ്, കുറച്ച് ലുക്ക് വൈസും കുറച്ച് ഡെയിലി ആണെങ്കിൽ നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കാര്യമില്ല. ഒരു eBay കോയിലോവർ 300-400 കോയിലോവേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ടെയിലും ഇതും എല്ലാം കൂടെ വെച്ചാൽ പോലെ ഒരു $2,000 നമുക്ക് ഫുൾ സെറ്റ് ആയിട്ട് വണ്ടി അടിപൊളിയായിട്ട് ഇറക്കാം. അതെ, എഞ്ചിൻ വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് എയർ ഇൻടേക്ക് ആണ് ഈ കാണുന്നത്. അതല്ലാതെ എഞ്ചിനിൽ വേറെ അധികം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ റസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം നമ്മൾ കാനഡയിലാണ്. കാനഡയിൽ അത്യാവശ്യം വിൻ്റർ ആകുമ്പോൾ റോഡ് നിറച്ചും സോൾട്ട് ഇടും. സോൾട്ട് നമ്മുടെ വണ്ടിക്ക് ഏറ്റവും വലിയൊരു വില്ലനാണ്. അടിയൊക്കെ നല്ല രീതിയിൽ തുരുമ്പിക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. പിന്നെ ഇത് മാത്രം ഇട്ടത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഇട്ടത് കൊണ്ട് റസ്റ്റ് വരില്ല എന്നല്ല, ഇത് ഇടുകയും ചെയ്യുക. എല്ലാ പ്രാവശ്യവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാഷും ചെയ്യുക അണ്ടർ ബോഡി. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് മാക്സിമം റസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് ബാക്ക് എക്സോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നോട്ടൊന്ന് കേൾക്കാം. അപ്പം ഫ്യൂച്ചർ എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ? ഇപ്പം കറൻ്റ്ലി നിൻ്റെ ഡെയിലിയാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഡൗൺ ദി റോഡ് എന്തെങ്കിലും എൻജിൻ വൈസ് അല്ലെങ്കിൽ ട്യൂൺ വൈസ് പരിപാടികൾ ചെയ്യാൻ നോക്കുന്നുണ്ടോ? കറൻ്റ്ലി ഇത് നമ്മൾ ഫാക്ടറി ട്യൂൺഡ് ആണ്. അപ്പം നമുക്ക് അധികം RPM ഒന്നും കയറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ RPM ഓപ്പൺ ആവുന്ന രീതിയിൽ ചെയ്യാം. അതാണ് ഒരു കാര്യം. പിന്നെ ഡെയിലി ആയതുകൊണ്ട് ഇതിലിനി അധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. മേ ബി ഇൻറ്റീരിയർ വൈസ് ഞാൻ ചിലപ്പോൾ ഒരു ബക്കറ്റ് സീറ്റ് ഇട്ടിട്ട് ഇൻറ്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതിപ്പം ഒന്നും ആയിട്ടില്ല. മേ ബി ഇൻ സമ്മർ. അപ്പം നമ്മളെ ചാനലിൽ വന്ന് നമ്മൾക്കൊരു ഡെയിലി എല്ലാവർക്കും പറ്റുന്ന ഒരു ഡെയിലി ഓപ്ഷൻ പ്ലസ് കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒരു സിവിക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ കാണിച്ചു തന്ന് അഖിലിന് ഭയങ്കര താങ്ക്സ്. അപ്പം അഖിലിൻ്റെ മെയിൻ വണ്ടി നമ്മൾ സമ്മറിലേ ഇറങ്ങുള്ളൂ. വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തൊക്കെ കാണാം. അപ്പോൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. വണ്ടി ഏതാണെന്നും എല്ലാം അഖിലിനെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അല്ലാത്തവർക്ക് നമ്മൾ സമ്മറി കാണിക്കാം. അതെ.